ബത്തേരിയിൽ ലീസിനെടുത്ത വീട്ടിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വന്ന കുടുംബം പെരുവഴിയിൽ. ജപ്തി നിലനിന്ന വീടാണ് ലീസ് നൽകിയതെന്നും ലീസിന് നൽകിയ ആൾ തങ്ങളെ പറ്റിച്ചതാണെന്നും കുടുംബം ആരോപിച്ചു. ലീസ് തുക തിരികെ നൽകാത്തതിനാൽ ലീസിന് നൽകിയ വ്യക്തിയുടെ വീട്ടിൽ കുടുംബം സത്യാഗ്രഹമിരുന്നു. ബത്തേരി മൂലങ്കാവ് ഓടപ്പള്ളം സ്വദേശി രാജനും കുടുംബവും ഇപ്പോൾ പെരുവഴിയിലാണ്. ഉള്ള സ്വത്തുക്കൾ വിറ്റാണ് പച്ചിലക്കാട് സ്വദേശി നാസറിൽ നിന്നും രാജൻ വീട് ലീസിനെടുത്തത്. എന്നാൽ ജപ്തി വക്കിലെത്തിയ വീടാണ് രാജന് ലഭിച്ചത്. സംഭവം അറിഞ്ഞതിനെ തുടർന്ന് വീടിന്റെ ഉടമയോട് ലീസ് തുകയായ 8 ലക്ഷം രൂപ തിരികെ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ലെന്നാണ് രാജന്റെയും കുടുംബത്തിന്റെയും ആരോപണം. കോറത്ത് നാസർ എന്ന് പറഞ്ഞ ആളെ ഒരു വീട് ഞാൻ ലീസിനെടുത്തായിരുന്നു. ലീസിനെടുത്തിട്ട് പിന്നീടാണ് ഞാൻ അറിയണത് ഇത് കോർട്ടിൽ കേസിൽ കിടക്കണതാണ്, ഇതിൽ കുറേ ലോൺ എടുത്തിട്ടുണ്ടെന്നുള്ളത്. അവിടെ നിന്ന് അവർ ഇറക്കി വിടാൻ വേണ്ടി കോടതിയിൽ നിന്ന് ആൾക്കാർ വന്നു. നാട്ടുകാർ 2-3 പ്രാവശ്യം നടന്നു. 4ാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാണ്ടായി. അവിടെ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി വേറെ വീട്ടിലേക്ക് മാറുമ്പോൾ ഇയാളെടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു അതിൻ്റെ വാടക കൊടുത്തോളാന്ന്. ഇയാൾ പിന്നെ വാടകയും തരില്ല, കൊടുത്ത പൈസയും തരില്ല. ഞങ്ങളിപ്പോൾ റോട്ടിലാണ് സത്യത്തിൽ കിടക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് പൈസ കിട്ടില്ലേ, വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഞാൻ ഈ വീട്ടിൽ വന്ന് ഇവിടെ വന്ന് ഞാൻ ഈ കാർ ഷെഡിൽ കിടക്കും, ഞാൻ എൻ്റെ കുടുംബം. ഈ പൈസ കിട്ടിയിട്ടേ ഞാൻ മുമ്പ്, കാരണം എനിക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നും തന്നെ. തുടർന്ന് വീട് ജപ്തി ചെയ്യപ്പെടുകയും കുടുംബം പെരുവഴിയിലാവുകയും ചെയ്തു. പിന്നീട് വാടക വീട് എടുക്കുകയും ലീസിന് വീട് നൽകിയ വ്യക്തി വാടക വീടിനുള്ള പണം അടയ്ക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ആ തുകയും പിന്നീട് ലഭിക്കാതെയായി. ലീസ് തുക തിരികെ നൽകാമെന്ന് നാസർ സമ്മതിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. തുടർന്നാണ് ഉടമയുടെ വീട്ടുമുറ്റത്ത് വീട്ടുകാർ സത്യാഗ്രഹം ഇരുന്നത്. അനുകൂലമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ വീട്ടുമുറ്റത്ത് തന്നെ തുടർന്നും സത്യാഗ്രഹം ഇരിക്കുമെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. ക്യാമറാമാൻ ടോണി ആന്റണിക്കൊപ്പം അർജുൻ PS, ജനം, വയനാട്.